പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. സഭയുടെ സുഗമമായ നടത്തിപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഡൽഹിയിൽ ചേർന്നു. TMC വിമതപക്ഷത്തെ NCPI പ്രതിനിധികളായി യോഗത്തിലേക്ക് ക്ഷണിച്ചതിനെതിരെ പ്രതിഷേധം അറിയിച്ചു. കാലയളവിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ബില്ലുകളെ സംബന്ധിച്ച് വിശദീകരിക്കാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടിയും കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടും അയോധ്യ രാമക്ഷേത്ര സംഭാവന തട്ടിപ്പും അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ സഭയിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തിലും ഇന്ധന പ്രതിസന്ധിയിലും കേന്ദ്ര സർക്കാർ വിശദീകരണം പ്രതിപക്ഷം തേടിയിട്ടുണ്ട്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് വിമത MPമാരുടെ NCPI ലയനം ഔദ്യോഗികമായി അംഗീകരിക്കാതെ യോഗത്തിലേക്ക് ക്ഷണിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് വാക്കൌട്ട് നടത്തി. അതിനിടെ വനിതാ സംവരണ നിയമ ഭേദഗതി, മണ്ഡല പുനർനിർണയ ബില്ലുകളിൽ പ്രതിപക്ഷ വോട്ട് ഉറപ്പിക്കാൻ കേന്ദ്രം നീക്കം ആരംഭിച്ചതായാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ അംഗീകരിക്കുന്നതിനുള്ള സംയുക്ത പാർലമെന്ററി സമിതി യോഗം മാറ്റിവെച്ചു. ബില്ലിൽ ശക്തമായി പ്രതിഷേധമറിയിച്ച DMK, ശരത് പവാർ വിഭാഗം, NCP തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ ഉറപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റേത്. അറസ്റ്റിലായാൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ നടപടി സ്വീകരിക്കാനുള്ള ബില്ലും അംഗീകരിക്കാനുള്ള സംയുക്ത പാർലമെന്ററി സമിതി യോഗവും മാറ്റിവെച്ചിരുന്നു. പ്രതിപക്ഷ നിരയിലെ MPമാർ ഭരണപക്ഷത്തേക്ക് എത്തിയതോടെ പാർലമെന്റ് സമ്മേളനം ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ ശക്തി പ്രകടനത്തിന്റെ വേദിയായി മാറുമെന്നുറപ്പാണ്. ജനം, ഡൽഹി.